രാജീവ് ചന്ദ്രശേഖർ ഇലക്ഷന് 2 ദിവസം ബാക്കി നിൽക്കെ വെട്ടിത്തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ചില കാര്യങ്ങൾ. അത് UDFനെ വെട്ടിലാക്കുന്നതാണ്. മുസ്ലിം ലീഗിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം, 6 മന്ത്രിമാർ തുടങ്ങി LDFും UDFും തമ്മിലുള്ള അവിശുദ്ധമായിട്ടുള്ള ഡീലിൻ്റെ കാര്യം വരെ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഇത് സ്വാധീനം ചെലുത്തുമോ ഇലക്ഷനിൽ? പിന്നെ ഇലക്ഷനുള്ള ഈ പ്രചാരണ രംഗത്ത് പറഞ്ഞു കേൾക്കുന്ന സംഗതികളൊക്കെ അതിൻ്റെതായ സ്വാധീനങ്ങളുണ്ടാവും. മാത്രമല്ല, ഇതുവരെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ UDFും LDFും തമ്മിലുള്ള ഡീൽ ഉണ്ടാക്കിയെന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴാണ് ഡീലിൻ്റെ ഒരു കൃത്യമായ പിക്ചർ പുറത്തു വരുന്നത്. ആദ്യം തമ്മിലാണ് ഡീൽ ഉണ്ടാക്കി തരുന്നത്. കാരണം എന്ന് വെച്ചാൽ രാജീവ് ചന്ദ്രശേഖർ ഇപ്പം വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന സംഗതി തന്നെയാണ് CPM പറയുന്നത്. അതായത് CPMൻ്റെ തുടക്കം മുതലുള്ള, അതായത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള CPMൻ്റെ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ക്യാമ്പയിൻ എന്ന് പറയുന്നത് UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അല്ലെങ്കിൽ ഒരു തീവ്ര സ്വഭാവമുള്ള മുസ്ലിം വിഭാഗത്തിൻ്റെ പിടിയിലായി അതിൻ്റെ താല്പര്യങ്ങൾക്ക് വിധേയമായിട്ടാണ് മുസ്ലിം ലീഗ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ആ മുസ്ലിം ലീഗ് ആയിരിക്കും CPMനെ നിയന്ത്രിക്കുന്നത്. എന്ന് വെച്ചാൽ തീവ്രവാദ സ്വഭാവമുള്ള മുസ്ലിങ്ങൾ ആയിരിക്കും UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ കേരളം ഭരിക്കുന്നത് എന്ന ഒരു നറേറ്റീവ് ഇതിനകം തന്നെ CPM വളരെ വ്യക്തമായ രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. AK ബാലൻ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി ഇത് എൻഡോഴ്സ് ചെയ്തിരുന്നു. അതിനു മുമ്പ് പച്ചയായിട്ട് വെള്ളാപ്പള്ളി മലപ്പുറത്തും പോയി പറഞ്ഞു. അപ്പം ഈ CPMന് പറയാനായിട്ട് പച്ചയായിട്ട് പറയാൻ പറ്റാത്തതൊക്കെ പറയിക്കാനാണ് അല്ലെങ്കിൽ പറയാനാണ് വെള്ളാപ്പള്ളിയുടെ നാവ്. അപ്പോൾ ഇതിങ്ങനെ നറേറ്റീവ് വളരെ ഫിക്സ്ഡ് ആയിരുന്നു. അപ്പോൾ അത് ഏകദേശം ഒന്നുകൂടി അപ്പോൾ അതിന് ശേഷമാണ് ഡീൽ പ്രശ്നം വരുന്നത്. അതായത് BJPയും CPMും തമ്മിൽ ഒരു ഡീൽ അല്ലെങ്കിൽ LDFും തമ്മിലൊരു ഡീല്. അപ്പോൾ ആ ഡീല് ഉണ്ടോ ഇല്ലയോ എന്ന് പറയാനായിട്ട് നമുക്കിപ്പോൾ രേഖകളൊന്നും നമ്മുടെ മുമ്പിലില്ല. പക്ഷേ എന്നാൽ ഈ നറേറ്റീവ് അതോടൊപ്പം തന്നെ ഈ നറേറ്റീവിനെ സഹായിക്കുന്നില്ല. അപ്പം ഡീലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, BJPക്ക് ചില മണ്ഡലങ്ങളിൽ നല്ല സ്വാധീനമുള്ള A ക്ലാസ് മണ്ഡലങ്ങളുണ്ട്, B ക്ലാസ് മണ്ഡലങ്ങളുണ്ട്. പല സ്ഥലങ്ങളിലും രണ്ടാമത് വന്നിട്ടുണ്ട്. അത്തരമുള്ള ചില മണ്ഡലങ്ങളിൽ സാധാരണഗതിയിൽ UDF ജയിക്കുകയും CPM പരാജയപ്പെടുകയും ചെയ്യുന്ന മണ്ഡലങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മണ്ഡലങ്ങൾ എടുത്ത് നോക്കുന്ന സമയത്ത് അവിടെ ചില കാൻഡിഡേറ്റ്സ് BJP നിർത്തിയിരിക്കുന്ന ചില കാൻഡിഡേറ്റ്, അതേപോലെ തന്നെ BJP മത്സരിക്കുന്നിടത്ത് CPM നിർത്തിയിരിക്കുന്ന കാൻഡിഡേറ്റ്, അതായത് LDF നിർത്തിയിരിക്കുന്ന കാൻഡിഡേറ്റ്. അപ്പോൾ ഈ കാൻഡിഡേറ്റിന് അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളുടെ നിർണയം അല്ലെങ്കിൽ നിർത്തിയിരിക്കുന്ന BJPയുടെയും LDFിൻ്റെയും രീതിയും ഈ നറേറ്റീവും കൂടെ ചേർത്ത് വെച്ച് വായിച്ച് നോക്കുമ്പോൾ നമുക്കിതിനകത്ത് ഒരു ഡീല് നമുക്ക് കാണാൻ പറ്റും. ഇപ്പം ശരിക്കും പറഞ്ഞാൽ CPMൻ്റെ അതേ നറേറ്റീവ് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുന്നത്. അതായത് ലീഗ് അധികാരത്തിൽ വരുവാണെങ്കിൽ, UDF അധികാരത്തിൽ വരികയാണെങ്കിൽ മുസ്ലിം ലീഗ് ആയിരിക്കും കേരളം ഭരിക്കാൻ പോകുന്നത്, അല്ലേ? അപ്പോൾ മുസ്ലിം ലീഗ് ആണെങ്കിലോ ഇപ്പോൾ തീവ്ര സ്വഭാവമുള്ള മുസ്ലിം സംഘടനകളുടെ സ്വാധീനത്തിന് വഴങ്ങി പ്രവർത്തിക്കുന്ന അവസ്ഥ, ജമാഅത്തെ ഇസ്ലാമിയും കൂടെയുണ്ട്. അപ്പോൾ ഉപമുഖ്യമന്ത്രി സ്ഥാനം വരുന്നു. പിന്നെ ജയിക്കുകയാണെങ്കിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം 6 മന്ത്രിമാർ. അപ്പോൾ ഇതിനെ നമുക്ക് പിന്നെ ഈ എന്താ പറയുക, ഒരു ഉപോദ്ബലകമായിട്ടുള്ള സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ UDF മന്ത്രിസഭയുടെ കാലത്ത് 5ാം മന്ത്രി ഇഷ്യൂ വന്നപ്പോഴത്തേക്ക് ലീഗിന് മുമ്പിൽ കോൺഗ്രസ്സിന് വഴങ്ങേണ്ടി വന്നു. അപ്പോൾ ഇതിനൊക്കെ ഈ ന്യായീകരിക്കത്തക്ക രീതിയിലുള്ള പശ്ചാത്തലങ്ങളും പിന്നിൽ കിടപ്പുണ്ട്. അപ്പോൾ ഇത് ഒന്നും കൂടെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പരസ്യ പ്രചാരണം കഴിയാൻ പോവുകയാണ്. അപ്പോൾ ഇത് ഇനി എടുത്ത് പ്രയോഗിക്കേണ്ട കറക്റ്റ് സമയത്താണ് ഈ സംഗതി രാജീവ് ചന്ദ്രശേഖർ എടുത്ത് പ്രയോഗിച്ചിരിക്കുന്നത്. അതായത് UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ഇന്നതായിരിക്കും സംഗതി. അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ UDF അധികാരത്തിൽ വരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ മലയാളികളെ നിങ്ങൾ ഈ തീവ്രമായ എന്താ പറയുക ഇസ്ലാമിക ശക്തികളുടെ ഭരണത്തിന് കീഴിലാകാൻ പ്രാപ്തരാകൂ. ഇതാണ് അതിൻ്റെ പിന്നിലുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. ആ മെസ്സേജ് തന്നെയാണ് CPMൻ്റേത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് CPMനെതിരെ ഇത് പറയുന്നില്ല? CPM ആണെങ്കിൽ ഇപ്പോൾ പരസ്യമായിട്ട് SDPIയുടെ പിന്തുണയും വാങ്ങുന്നുണ്ട്, ഇല്ലേ? എന്തുകൊണ്ട് SDPIയുടെ പിന്തുണ വാങ്ങുന്ന CPMനെതിരെയോ അതല്ലെങ്കിൽ LDFനെതിരെയോ രാജീവ് ചന്ദ്രശേഖർ
ഈ എൽ ഡി സംഗതിയിലേക്ക് എഫിനെതിരെ പറഞ്ഞു കഴിഞ്ഞല്ലോ, ശിവൻകുട്ടിക്കെതിരായിട്ട് കൃത്യമായിട്ട് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. പക്ഷെ എന്നാൽ ഇന്നത്തെ ആ ഒരു ആരോപണം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു ആരോപണമാണ്, അതെ, അത് യു ഡി എഫിനെ ടാർഗറ്റ് ചെയ്തിട്ട് ടാർഗറ്റുള്ള സംഗതിയാണ്. ആ ടാർഗറ്റ് എന്ന് വെച്ചാൽ അതിനകത്താണ് പൊളിറ്റിക്സ് ഉള്ളത്. അതെ അതെ അല്ലേ? ഇപ്പം ശിവൻകുട്ടിക്കെതിരെയൊക്കെ പറഞ്ഞതും തീർച്ചയായിട്ടും അവരെതിർക്കാനാണ്. ഇപ്പം പിന്നെ CPM-കാർ പറയാറുണ്ട്, ഞങ്ങൾ RSS-കാരെയും BJP-യൊക്കെ എതിർക്കുന്നത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ഈ ഒരു ഈ നറേറ്റീവിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള സമീപനങ്ങളാണ് LDF-ൻ്റെയും BJP-യുടെയും ഭാഗത്തുനിന്നുണ്ടാവുന്നതും. അതോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ UDF-നെതിരെ നടത്തിയ പ്രസ്ഥാനം. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ലളിതമാണ്. ഹിന്ദു മുസ്ലിം ആ ഒരു എന്താ പറയുക, ഒരു ഇസ്ലാമോഫോബിയ, അതല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഇതാ നിങ്ങൾ വന്ന് ഭരിക്കാൻ പോകുന്നു, ഇതിനേക്കാൾ നല്ല പച്ചയായിട്ട് പണ്ട് വെള്ളാപ്പള്ളിയുടെ ശേഷം പറഞ്ഞവിടെ കിടപ്പുണ്ട് അല്ലേ? ഇപ്പം നോയമ്പ് കാലത്ത് മലപ്പുറം ജില്ലയിലൂടെ അല്ലെങ്കിൽ മഞ്ചേരിയിലൂടെ എങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെള്ളം കുടിക്കാൻ കിട്ടത്തില്ല. വാസ്തവമാണത്. അതിനകത്ത് യാഥാർത്ഥ്യം ഇല്ല എന്ന് പറയുന്നില്ല. അത് സ്റ്റേറ്റ് അത് അഡ്രസ്സ് ചെയ്യേണ്ടതുമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മറ്റുള്ള വഴിയെ പോകുന്നവർക്കും അവിടെ ഉള്ളവർക്കും ഒക്കെ ഈ ഭക്ഷണം പ്രൊവൈഡ് ചെയ്യാനുള്ള എന്തെങ്കിലും ഫെസിലിറ്റി ഉണ്ടാക്കേണ്ടത് ആവശ്യമാണ്, ഇല്ലയെന്ന് പറയുന്നില്ല. അപ്പോൾ ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് കേരളം മുഴുവൻ ഇങ്ങനൊരു അവസ്ഥയിലേക്ക് കേരളം ഇതാ നീങ്ങാൻ പോകുന്നു എന്നുള്ള ഒരു ധ്വനിയാണ് ഇത്തരത്തിലുള്ള ഈ ഒരു പ്രസ്താവന കൊണ്ട് മലയാളികളെ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഓർമ്മിപ്പിക്കുന്നത്. വലിയൊരു വിപത്താണ് വരാതിരിക്കുന്നത്. ഇസ്ലാമിക ഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ആപത്തായിരിക്കും ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഈ രാജീവ് ചന്ദ്രശേഖരൻ നടത്തിയിരിക്കുന്ന ഈ പ്രസ്താവനയുടെ. അത് വളരെ ടാർഗറ്റഡ് ആണ്. കാര്യം ഇനിയിപ്പം നാളെ ഈ ഒരു വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രമേ സമയമുള്ളൂ അല്ലേ? 24 hours കഴിയുമ്പോഴത്തേക്ക് പരസ്യപ്രചാരണം കഴിയുകയാണ്. ആ പരസ്യപ്രചാരണം കഴിയുന്ന സമയത്ത് ആ പരസ്യപ്രചാരണത്തിൻ്റെ ഏറ്റവും ഒടുവിൽ മുഴങ്ങിക്കേൾക്കുന്ന സംഗതി എന്തായിരിക്കും? ഇസ്ലാമിക ഭരണം. ഈ ഇസ്ലാമിക ഭരണത്തിന് നിങ്ങൾ മലയാളിക്ക് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കും നിശബ്ദ പ്രചരണത്തിലേക്ക് പോകുന്നത്. അപ്പോൾ പരസ്യരംഗത്ത് ഈ ഒരു സംഗതിയെ നിലനിർത്തുക എന്നുള്ള വ്യക്തമായ ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ വളരെ വിദഗ്ധമായിട്ട് ഈ സംഗതി ഉന്നയിച്ചിരിക്കുന്നത്. ഇനി ഇതിനകത്ത് ഏറ്റവും രസകരമായ സംഗതി CPM-ൻ്റെ അല്ലെങ്കിൽ LDF-ൻ്റെയും പ്രതികരണമാണ് നമുക്ക് കാണേണ്ടത്. എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഉടനെ അവർക്ക് പിന്നെ എല്ലാത്തിനും ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ CPM-നും LDF-നും LDF എന്ന് പറഞ്ഞാൽ ഇപ്പോൾ CPM തന്നെയാണ്, പിണറായി വിജയൻ തന്നെയാണ് അല്ലേ? ഒരു പാർട്ടി എന്ന് പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ പിണറായി വിജയൻ തീരുമാനിക്കുന്നിടത്താണ് LDF-ൻ്റെ എല്ലാം നിശ്ചയിക്കുന്നത്. അപ്പോൾ അതിനകത്ത് അപ്പോൾ അവരുടെ പ്രതികരണം എന്തായിരിക്കും വരുന്നത്? ഒറ്റ പ്രതികരണം ഉണ്ടാവുള്ളൂ. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും അതിശക്തമായിട്ട് എതിർക്കുന്നതെന്നുള്ള ഞങ്ങളുടെ പാർട്ടി നയം, അതിനകത്തൊരു സംശയമില്ല എന്ന് പറഞ്ഞ് തറപ്പിച്ച് 2 സാധനം കൊണ്ട് കാച്ചു കഴിയുമ്പോഴത്തേക്ക് ഇതിനോടുള്ള പ്രതികരണം CPM-ൻ്റെ കഴിഞ്ഞു അല്ലേ? അപ്പം അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി ഈ പരസ്യ പ്രചാരണത്തിൽ ഏറ്റവും ഒടുവിൽ വന്ന് ഇടിച്ചു നിൽക്കുന്നത് ഈ ഒരു സംഗതിയിലാണ്. പക്ഷേ എന്നെപ്പോൾ ഉള്ളൊരു സാധാരണക്കാരന് പേടിയുണ്ട്. ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി ഭരിക്കുന്ന കേരളം എനിക്ക് ചിന്തിക്കാൻ കഴിയില്ല. കാരണം ബംഗ്ലാദേശിൽ ഞാൻ കണ്ടതാണ് തല കീഴായിട്ട് കെട്ടിത്തൂക്കിയിട്ട് അടിച്ചു കൊന്ന് പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നത്. അതിലേക്ക് അധികം ദൂരമില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വഭാവം അതാണ്. അത് ലോകത്ത് എവിടെയായാലും ജമാഅത്തെ ഇസ്ലാമി അതേ ചെയ്യുള്ളൂ. അല്ല, അങ്ങനെയൊന്നും നമ്മളിപ്പോൾ ബംഗ്ലാദേശ് അല്ലല്ലോ ഇന്ത്യ എന്ന് പറയുന്നത്. അധികം ദൂരമില്ല. ദൂരമൊക്കെ ശരിയാണ്. ബംഗ്ലാദേശ് നമ്മുടെ അതിർത്തിയാണ്, പണ്ട് നമ്മുടെ രാജ്യമാണ്. പക്ഷേ അങ്ങനെയൊന്നും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പം അത് നമ്മൾ ഈ പേടി എപ്പോഴാണ് വരുന്നത്? ഇപ്പം ഈ പേടി വരുന്നത് നമ്മളിൽ നമുക്ക് വിശ്വാസം ഇല്ലാതെ വരുമ്പോഴാണ് പേടി വരുന്നത്. ഇപ്പം ഇവിടെ ചില ഹിന്ദുക്കൾക്ക് പേടിയുണ്ടാകുന്നത് എന്തുകൊണ്ടാണ് പേടി വരുന്നത്? അവർ ധൈര്യമില്ലാത്തത് കൊണ്ടാണ്. ശരിയാണ്. ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് ഐക്യവും അവർ തങ്ങളിൽ വിശ്വാസവും അവർക്ക് ഒത്തൊരുമയുണ്ടെങ്കിൽ ഈ ഭയത്തിന്റെ അടിസ്ഥാനം ഒത്തൊരുമയുടെ മാത്രമല്ല, ഈ ധൈര്യം എന്ന് പറയുന്നത് ഒത്തൊരുമിച്ച് വരുന്ന സാധനമല്ല. ഉദാഹരണത്തിന് ഹിന്ദു മതത്തിലാണെങ്കിൽ ധൈര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടായ്മയിലൂടെ വരുന്ന ധൈര്യമല്ല. മനസ്സിലായില്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇന്ത്യയുടെ ഒരു ധൈര്യം, കരുത്തെന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യയുടെ ഒരു സാംസ്കാരികം അല്ലെങ്കിൽ ആധ്യാത്മികമായ കരുത്തെന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന കുറേ രൂപങ്ങളുണ്ട്. സ്വാമി വിവേകാനന്ദൻ, അതേപോലെ തന്നെ സരസ്വതി, പിന്നെ ശ്രീരാമകൃഷ്ണ പരമഹംസൻ, ശ്രീനാരായണ ഗുരു, ഇതൊക്കെയാണ് ഇന്ത്യയുടെ സാംസ്കാരികമായ കരുത്തിൻ്റെ പ്രതീകങ്ങളാണ്. മഹാത്മാഗാന്ധിജി.
മഹാത്മാഗാന്ധിയും ഈ ഇന്ത്യൻ സംസ്കാരം തന്നെയാണ് അദ്ദേഹം എടുത്ത് രാഷ്ട്രീയത്തിൽ പ്രയോഗിച്ചത്. അതെ അതെ അപ്പം ഇതൊക്കെയാണ് ഇന്ത്യയുടെ ഒരു കരുത്ത് തന്നെ. ആ കരുത്ത് നഷ്ടമാവുന്നതാണ് ഈ പേടിക്ക് കാര്യം. അതെ. മനസ്സിലായി, ഭീരുക്കൾ മാത്രമേ പേടിക്കത്തുള്ളൂ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അപ്പം താങ്കൾ പേടിയാവുന്നുണ്ടാവുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലെ ഹിന്ദുക്കൾ വളരെയധികം ഭീരുക്കളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമ്മൾ സംഭാഷണ വിഷയം ഈ ഭീരുത്വത്തെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഈ ജാതിയുടെയും മതത്തിൻ്റെയൊക്കെ പേര് പറഞ്ഞിട്ട് ദേ വരുന്നു, ഇപ്പം നിങ്ങളെ പിടിച്ചോണ്ട് പോകും, അപ്പോൾ രക്ഷകരായിട്ട് ഞങ്ങളുണ്ടെങ്കിലേ പറ്റൂ, അതുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് തന്നോളൂ. CPM പറഞ്ഞത് ഇത് തന്നെയാണ്, രക്ഷകരാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് വരെ മുസ്ലിങ്ങളുടെ രക്ഷകരായിട്ടായിരുന്നു CPM ഇല്ലേ? അപ്പോൾ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പരസ്യത്തിലൊക്കെ പിന്നെ ടെലിവിഷനിലും അല്ലാതെയൊക്കെയുള്ള പരസ്യം ഉണ്ടായിരുന്നു മുസ്ലിങ്ങളുടെ രക്ഷകരായിട്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴത്തേക്ക് രക്ഷകത്വം മാറി, ഹിന്ദുക്കളുടെ രക്ഷകരായിട്ട് മാറി. പക്ഷെ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ സർ, UDF ഇങ്ങനെ ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ പിന്തുണയോടുകൂടി കേരളത്തിൽ അധികാരത്തിൽ വരുന്നത് നല്ലതായിരിക്കുമോ? അതിപ്പം ഏത് തീവ്രമായ മത അല്ലെങ്കിൽ ആ ഒരു വഴിയിലൂടെ വരുന്നതാണെങ്കിലും ഒരിക്കലും ഒരു രാജ്യത്തിന്, ഒരു ജനായത്ത സംവിധാനത്തിന് അത് അഭികാമ്യമാവില്ലല്ലോ. അതെ, ജമാഅത്തെ ഇസ്ലാമിയെ സ്റ്റെയർ ചെയ്യുന്ന UDF വളരെ അപകടകാരിയായിരിക്കും എന്നുള്ളൊരു സംശയം ഉണ്ട്. അല്ല, അത് ജമാഅത്തെ ഇസ്ലാമി സ്റ്റെയർ ചെയ്യുന്നുള്ളൊരു, അവിടെയാണ് ഞാൻ പറഞ്ഞത്, അത് സ്വാഭാവികമായിട്ട് ഒരു ഡിബേറ്റബിൾ ഇഷ്യൂ ആണ്. ജമാഅത്തെ ഇസ്ലാമിയെ UDF എന്തുകൊണ്ട് അംഗീകരിക്കുന്നുള്ളത്. പക്ഷെ അതിൻ്റെ അർത്ഥം ജമാഅത്തെ ഇസ്ലാമി UDFനെ നയിക്കും അല്ലെങ്കിൽ അവരെ സ്റ്റെയർ ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? കാര്യം കോൺഗ്രസും ഈ പറഞ്ഞ നമ്മുടെ ഇവിടുത്തെ ഏറ്റവും ഒരു മുഖ്യമായ പ്രസ്ഥാനം തന്നെയല്ലേ. അപ്പം അതൊക്കെ ഒരു നറേറ്റീവാണ്. പക്ഷേ ഇത്തരം പ്രവണതകൾ വളരെ ശക്തി പ്രാപിച്ച് വരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിലേക്ക് നന്നായിട്ട് ഈ വളം ഇട്ട് കൊടുക്കുന്ന സംഗതിയാണ് ഇപ്പം നമ്മൾ ഈ കാണുന്ന ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് തുടക്കം മുതൽ കണ്ടതും ഇതേ സാധനമാണ്. പിടിച്ചു നിൽക്കാൻ പോകുന്നതും ആ ഒരു പ്രസ്താവനയിലാണ്.